Hi friends, Artolog മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ ദിനേഷ്, ഐ ആം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മീഡിയയാണ്. വൈൻ സ്റ്റിക്ക് അഥവാ വൈൻ സ്റ്റിക്ക് ചാർക്കോൾ എന്ന് പറയുന്ന ഒരു മീഡിയത്തെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വൈൻ സ്റ്റിക്ക് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയത്തെക്കുറിച്ചാണ്. ആ മീഡിയത്തിൻ്റെ പേരാണ് വൈൻ സ്റ്റിക്ക് അഥവാ വൈൻ സ്റ്റിക്ക് ചാർക്കോൾ. മുന്തിരിവള്ളി കത്തിച്ച് ഉണ്ടാക്കുന്ന ചാർക്കോളാണിത്. ഇത് നമുക്ക് കേരളത്തിലെ പ്രമുഖ ലീഡിംഗ് ആർട്ട് മെറ്റീരിയൽ ഷോപ്പിൽ ലഭ്യമാണ്. ഇതാണ് വൈൻ സ്റ്റിക്ക് അഥവാ വൈൻ സ്റ്റിക്ക് ചാർക്കോൾ എന്ന് പറയുന്ന മീഡിയം. ഞാൻ തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിൻ്റെ ഭാഗമായി സ്റ്റിൽ ലൈഫും ലാബ് സ്റ്റഡിയും ചെയ്യുമ്പോൾ സ്കെച്ച് ചെയ്യാനും തമ്പനെയിൽ സ്കെച്ച് ചെയ്യാനും വൈൻ സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മീഡിയമായിരുന്നു വൈൻ സ്റ്റിക്ക്. അന്നെല്ലാം വൈൻ സ്റ്റിക്ക് ഉപയോഗിച്ച് ന്യൂസ് പ്രിൻ്റ് പേപ്പറിലാണ് വരയ്ക്കുക. പിന്നീട് ഫൈനൽ ഡ്രോയിങ് ഹാൻഡ് മെയ്ഡ് ഷീറ്റിലോ ഐവറി ഷീറ്റിലോ വരയ്ക്കും. വൈൻ സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യുക എന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം.
വൈൻ സ്റ്റിക്ക് ചാർക്കോൾ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ഫിക്സേറ്റർ ഉപയോഗിച്ച് ഡ്രോയിങ് ഫിക്സ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന വേറെ പേപ്പറിലെല്ലാം പകരാനുള്ള സാധ്യതയുണ്ട്. വൈൻ സ്റ്റിക്കോ ചാർക്കോളോ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നിർബന്ധമായും ഫിക്സേറ്റർ ഉപയോഗിക്കുക. ഫിക്സേറ്റർ എന്ന് പറഞ്ഞാൽ ആർട്ട് മെറ്റീരിയൽ ഷോപ്പിൽ ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങളുടെ കലാ പ്രാക്ടീസിൽ ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.